മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നൊരു പുതിയൊരു ഷെയറാട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. GTL ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഷെയറിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാട്ടോ. മച്ചാമാരെ ഇതാട്ടോ നമ്മുടെ ഷെയർ GTL ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഇതിപ്പോൾ 2.14 ആണ് ഇന്നത്തെ റേറ്റ്. ഇത് ശരിക്കും 2006 ഈ ഷെയറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23.64 രൂപയാട്ടാണ്. ആ ഷെയർ ഈ സെയിം വർഷം തന്നെ 2008 63 രൂപയായി. പിന്നെ അത് കുറയാൻ തുടങ്ങി. പിന്നെ ഭയങ്കരമായിട്ട് 2012 8 രൂപയായി. പിന്നെ അത് 2015 2 രൂപ 45, 2018 കുറച്ച് കൂടി റേറ്റ്. 2021 ആകുമ്പോഴേക്കും 1 രൂപ 15 പൈസ. 2024 വീണ്ടും 1 രൂപ 0.5 പൈസയായി. ഇപ്പം അത് വീണ്ടും 2.14 ആയി മാറിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വോഡാഫോൺ, ഐഡിയ, എയർടെലിനൊക്കെ റേഞ്ച് ബൂസ്റ്റ് ചെയ്യുക. അവരുടെ മെയിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്, ടെലികോം ഇൻഫ്രാസ്ട്രക്ചറാണ്. മറ്റേ ടവർ റിലേറ്റഡ് ആക്ടിവിറ്റിയാണ് അവരെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 5G അയക്കാൻ വേണ്ടി അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. 4G ഉള്ള സമയത്ത് ഇവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീമുകൾ. ടവറിൻ്റെ റിലേറ്റഡ് ആക്ടിവിറ്റിയാണ്. ഇപ്പം എല്ലായിടത്തും അതിനടുത്ത് 6G വരാൻ പോണത്. അപ്പോൾ ഇത്ര നാൾ 2G ആയ സമയത്താണ് അവർക്ക് റേറ്റ് കുറവും കാര്യങ്ങളും. ഇപ്പോൾ 4G 5G പോകും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അടുത്ത ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപയാട്ടാ ഒരു ഷെയറിൻ്റെ റേറ്റ് ആവാൻ പോണത്. അടുത്തൊരു ഫോർകാസ്റ്റ് അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ ഈ ഒരു ഷെയറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപ മിനിമം. 50-നും 100-നും ഇടയിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷെയർ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഷെയറുകളിലൊരു ഷെയറാണ് GTL ഇൻഫ്രാസ്ട്രക്ചർ. ഒരു നമ്പർ 1 പെനി സ്റ്റോക്കാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ആൾക്കാർ ചോദിക്കില്ലേ, സ്റ്റാർട്ടപ്പ് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഷെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യണ ഞാനൊരു റെക്കമെൻഡ് ചെയ്യണ ഒരു ഷെയറാണ് GTL കേട്ടോ. അപ്പോൾ പെനി സ്റ്റോക്ക് ആയതുകൊണ്ട് ഒരു എന്താ പറയുക 100-200 വാങ്ങിയിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 1000-2000 ഷെയറെങ്കിലും മിനിമം വാങ്ങണം. എന്നാലാണ് അതൊരു നമുക്കൊരു ഹൈക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ 10-20 വാങ്ങിയിട്ട് കാര്യമില്ല. അതല്ല പെനി സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരയച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയറുകളിൽ ഒരു ഷെയറാണ് GTL ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു വെച്ചിട്ട് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളും കൂടെ ഒന്ന് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. ഇത് കൂടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതിട്ടാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ചാടിക്കയറിയുള്ള പൈസ മൊത്തം കൊണ്ടിടേണ്ട കാര്യമില്ല കേട്ടോ. നന്നായി നോക്കിയിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരയച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.